ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഞാനൊരുത്തൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കാം. ഞാനിപ്പോൾ എണീറ്റതേ ഉള്ളൂ. ഇനി താഴെ പോയി ഇപ്പം എണീറ്റതേ ഉള്ളൂ എന്ന് വെച്ചാൽ ഇപ്പോഴാണ് കട്ടിലിൽ നിന്ന് പൊങ്ങിയത്. പക്ഷേ ഞാൻ എണീറ്റിട്ട് കുറച്ച് നേരമായി, ഉണർന്ന് കിടക്കുമായിരുന്നു. സോ ഞാൻ ഓർത്തു ഇന്ന് കുറച്ച് പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാം, എന്തെങ്കിലും നടക്കുമെന്നിരിക്കാറുണ്ട്. പക്ഷേ ഇന്ന് എന്തായാലും എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കുവാണ്. അപ്പോൾ നമുക്ക് നോക്കാം എൻ്റെ ദിവസം എങ്ങനെ പോകുന്നെന്ന്. ജസ്റ്റ് മുടി ഒന്ന് കോതി വൃത്തിക്ക് കെട്ടി വെച്ചു. എനിക്ക് നല്ല സ്കിൻ പ്രോബ്ലംസ് വരുന്നുണ്ട്. എന്താണെന്ന് അറിഞ്ഞുകൂടെ. ഇനി ഞാൻ എന്തെങ്കിലും തേക്കുന്ന മോയ്സ്ചറൈസറിൻ്റെ ആണോ എന്തിൻ്റെ ആണെന്ന് എനിക്കൊരു പിടിയില്ല. പക്ഷേ നല്ല രീതിക്ക് പിമ്പിൾസ് അതും ഇവിടെ മാത്രം വരും. വീടെടുക്കണം എനിക്കിങ്ങനെ അറിയാം. ഞാൻ എടുക്കണം. ചുമ്മാ ക്യാമറ അനുസരിച്ച് കുറച്ചിരിക്കുന്ന ഹലോ ഗൈസ്, ഇത് കുക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. എന്താണ് ബുൾസ? അയ്യോ, ശരിക്കും ബുൾസായി. അത് ബുൾസ ഉണ്ടാക്കിയത് ഗൈസ്. ഞാൻ ഫ്രൂട്ട്സ് അറിയാം. ഇവൾക്ക് ഇണ്ടി ബുൾസ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നല്ലവർക്കും ബുൾസൈനോട് ഇങ്ങനെ ആക്കി കഴിക്കും. ഭ്രാന്താണ്. എന്താ പ്രശ്നം? അല്ലാതെ തന്നെ മറിച്ചിട്ട് അത് ഡ്രൈ ഫ്രൈ ആയിരുന്നു. ഇത് എന്താ ഫ്രൈ ആണല്ലോ. അപ്പം അത്രയുള്ളൂ. ഞാൻ പോയി എന്തെങ്കിലും ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടു. എൻ്റെ മോർണിംഗ്സ് കൂടുതലും ലേസി മോർണിംഗ്സ് ആണ് ഗൈസ്. എന്തെന്ന് അറിഞ്ഞൂടാ, എന്തെന്നില്ലാത്ത മടിയാണ് എനിക്ക് രാവിലെ. ഒന്നിനും മൂടാണില്ല. ആദ്യം ഞാൻ ഓർത്ത് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കഴിക്കാമെന്ന്. പിന്നെ ഞാൻ ഓർത്തിൻ്റെ ഹമ്മൂസ് ഉണ്ട് ഗൈസ്. ഹമ്മൂസ്, ഇതാണ് ഹമ്മൂസ് ഡിപ്പ്. കാസ്റ്റേ കിട്ടും. നമ്മൾ കടലയില്ല, വെള്ളക്കടല അരച്ച എന്തോ ഒരു സംഭവമാണ്. അപ്പം ഇതിൻ്റെ ടോട്ടലേ ഉണ്ട്. അപ്പം ഞാൻ ഓർത്തു ഇത് രണ്ടുകൂടെ കഴിച്ചാൽ പോരെ, എന്തിനു വെറുതെ ഫ്രൂട്ട്സ് കഴിഞ്ഞ സമയം കളയുന്നു. അതുകൊണ്ട് ഞാൻ ഓർത്ത് അത് കഴിക്കും. ഞാൻ മുട്ട പൊരിക്കാൻ തീരുമാനിച്ചു ടോട്ടലിലൂടെ കഴിക്കാൻ. ടോട്ടലാണ് എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇത്രയും നേരം ഷിഫ്റ്റൊന്നും ഇല്ലായിരുന്നു. ഞാനൊരു കൂടെ പാർക്കിൽ പോകുന്ന വിചാരിച്ചു. പക്ഷേ പെട്ടെന്നൊരു ഷിഫ്റ്റ് വിളിച്ചു. അങ്ങനെ ഷിഫ്റ്റിന് പോകാൻ വേണ്ടി ഞാൻ റെഡിയായി ഇറങ്ങി. ഒരു ഹാഫ് ഡേ ആണ്, 2 to 8 ആണ് ഷിഫ്റ്റ്. അപ്പോൾ ആദ്യം ഞാൻ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് പോകുന്നത്. നമുക്ക് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാം. ഇതൊരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് ആയിരിക്കും. കാരണം ഷിഫ്റ്റ് ഉള്ളപ്പോൾ തന്നെ 6 മണിക്കൂറോടെ തീർന്നു. അപ്പോൾ പറ്റുന്ന രീതിയിൽ ഞാൻ നോക്കാം. എടുത്തിട്ടൊന്നുമില്ല കാണിക്കാനെങ്കിൽ ഞാൻ കാണിക്കുന്നില്ല. രാവിലെ ഞാൻ മുട്ട പിടിച്ചപ്പോൾ ഉച്ചത്തേക്ക് കൂടെ പൊരിച്ചു. പിന്നെ ചോറൊന്നും വയ്ക്കാനുള്ള ഗ്യാപ്പ് കിട്ടില്ല. അതുകൊണ്ട് ഞാൻ മുട്ടയും പൊരിച്ച് കുറച്ച് സ്ട്രോബെറി എടുത്തുകൊണ്ട്, മീൻസ് ആ പൊരിച്ച മുട്ട ഉണ്ടായിരുന്നതും കുറച്ച് സ്ട്രോബെറി എടുത്തുകൊണ്ട് ഞാൻ ഷിഫ്റ്റിന് പോകാൻ ഇറങ്ങി. ഞാനങ്ങനെ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിയിട്ടുണ്ട്. ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി. ഇത് എനിക്കിവിടെ നിന്ന് ഹാർബറിലോട്ട് പോകാനുള്ളതും ഇത് ഹാർബറിൽ നിന്ന് തിരിച്ചോട്ട് വരാനുള്ള ടിക്കറ്റുമാണ്. അങ്ങനെ ഞാൻ അകത്ത് കയറി ഇപ്പം ട്രെയിനിന് വെയിറ്റ് ചെയ്യാണ്. ഞാനിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കയറിയിട്ടുണ്ട്. ഇത് വേഗം എത്തും. പക്ഷേ അവിടെ എനിക്ക് ഫെറി കയറണം. ഫെറി കയറിയിട്ട് അവിടെ നിന്ന് ഒരു ബസ്സും കയറണം. ചില സ്ഥലങ്ങളിൽ നമുക്ക് ഇത്രയും മാറി കയറണം. ചില സ്ഥലത്ത് നമുക്ക് വേഗം എത്തും, ചില സ്ഥലത്ത് നമുക്ക് പിക്കപ്പ് ഡിപ്പെൻസ്. എൻ്റെ കൺമുന്നിൽ കൂടെ ഞാൻ ഫെറി മിസ്സാക്കി, ക്ലോസായി. ഇനി അടുത്ത ഫെറിയിലേ പോകാൻ പറ്റൂ. ഇതൊക്കെ കേൾക്കാൻ പോകുന്ന എനിക്ക് അറിഞ്ഞൂടാ. ഞാനിപ്പോൾ ഫെറി കയറി. ഇനി എനിക്ക് അവിടെ നിന്ന് ഓടിപ്പോയി ബസ് ക്യാച്ച് ചെയ്യണം. അത് കിട്ടൂലെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പെട്ടു.
ഇവിടെ കെയർ ഹോമിലെത്തി. ഇനി ഞാൻ ബ്രേക്കിന് വന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ബൈ. അപ്പോൾ ഞാൻ ഷിഫ്റ്റ് കഴിഞ്ഞിപ്പോൾ ഇറങ്ങി. ഈ സംഭവം ഇടയ്ക്ക് വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു ബ്രേക്ക് കിട്ടിയപ്പോൾ. പക്ഷേ ഞാൻ സത്യം പറഞ്ഞാൽ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന കാര്യം മറന്നുപോയി. എനിക്ക് അത്രയ്ക്ക് ഓർമ്മശേഷിയാണ് ഇപ്പം. അതുകൊണ്ട് ഞാൻ പിന്നെ വീട്ടിലൊക്കെ വിളിച്ചിട്ട് പിന്നെ അധികം ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ഗ്യാപ്പും ഇല്ല. ആകെ ഉള്ളതൊരു 15 മിനിറ്റ്. അതിൽ നമ്മൾ കോഫി ഇട്ടോടെ വരുമ്പോഴത്തേക്കും 5 മിനിറ്റ് പോകും. പിന്നെ ഒരു 10 മിനിറ്റ് വീട്ടിൽ വിളിച്ച് ഞാൻ അത്ര തന്നെ. അപ്പോഴത്തേക്ക് ബ്രേക്ക് ഹാഫ് ഡേ അല്ലേ, ഹാഫ് ഡേക്ക് കുഞ്ഞ് ഷോർട്ട് ബ്രേക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ അധികം വീഡിയോ ഒന്നും എടുത്തില്ല. ഇവിടെ ഇപ്പം രാത്രി 8 മണിയാണ്. കണ്ടു നേരെ നമ്മൾ ഈ പരമ്പര വെളുത്തിരിക്കുന്നതാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ഇവിടെ ഈ ഒരു സെപ്റ്റംബർ വരെയൊക്കെ ഇനി ഒരു വെളിച്ചം കാണും. രാത്രിയും രാവിലെ നേരത്തെ സൂര്യൻ വരും, ലേറ്റായിട്ടേ പോവുള്ളൂ. പക്ഷെ എനിക്കിതാണ് ഇഷ്ടം. എനിക്ക് വെളിച്ചം വേണം. എനിക്കത് ഇരുട്ട് ഇഷ്ടമല്ല. അപ്പോൾ എനിക്ക് ഈ ക്ലൈമറ്റ് ഇഷ്ടമാണ്. പക്ഷേ ഈ ഉച്ച സമയത്ത് അല്ലെങ്കിൽ ഒരു സൂര്യൻ നല്ല വെയിലുള്ള സമയമില്ലേ, അപ്പം മാത്രം സഹിക്കാൻ പറ്റില്ല. ഒടുക്കത്തെ റേഡിയേഷൻ കാരണം നമ്മൾ ഈ അവിഞ്ഞു പോവും. നമ്മൾ അവിച്ചെടുക്കുന്ന ഒരു രീതിയിലാണ് ഇവിടുത്തെ വെളിച്ചം വരുന്നത്. സോ അത് മാത്രം എനിക്കിഷ്ടമല്ല. അല്ലാതെ എല്ലാം ഓക്കെയാണ്. ഇപ്പം ഞാനിനിയിപ്പോൾ ബസ് വരുമ്പോൾ ബസ്സിൽ കയറി ഫെറി ഇറങ്ങും. ഫെറിയിൽ നിന്ന് തിരിച്ച് പോർട്സ്മൗത്ത് ഇറങ്ങി അവിടെ നിന്ന് ഞാൻ ട്രെയിനും എല്ലാം റിട്ടേണാണ് എടുത്തേക്കുന്നത്. അപ്പം അവിടെ നിന്ന് റിട്ടേൺ പിടിച്ച് വീട്ടിൽ പോകും. ഒരു 10 മിനിറ്റ് നടന്ന് വീടെത്തും. അങ്ങനെ അവിടെ ട്രെയിൻ ഇറങ്ങി കഴിയുമ്പോൾ ഞാൻ റിട്ടേൺ ടിക്കറ്റ് കൂടെ എടുത്തിട്ടാണ് ബസ്സിൽ. ഇത് 520 ഉള്ളൂ. റിട്ടേൺ ചേർത്ത് നമ്മൾ ഒരു ബസ്സിൽ കയറി എടുക്കുമ്പോൾ. അല്ലെങ്കിൽ 6 പൗണ്ട്സ് ആവും ഇവിടെ നിന്ന് ആ ഗോസ്പോട്ടിൽ നിന്ന് ഇപ്പം ഞാൻ വർക്ക് ചെയ്യാൻ വന്ന ഹോം വരെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇതാണ് നമ്മുടെ സ്പിന്നാക്കർ ടവർ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വീഡിയോസിൽ പറയും. ഒരു ദിവസം എനിക്കിതിൻ്റെ മുകളിൽ കയറണം. നോക്കാം. ഞാൻ തിരിച്ചു വരുമ്പോൾ എപ്പോഴും മേളിൽ വന്നിരിക്കും. കാരണം നിങ്ങൾക്ക് തന്നെ കണ്ടാൽ അറിയാം, നല്ല രസമാണ് എൻ്റെ മേളിലിരുന്ന് ഇങ്ങനെ തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ പെട്ടെന്ന് താഴെ പോയിരിക്കണം. വേറെ ഒന്നുമല്ല, ഓടിപ്പടിച്ച് എനിക്ക് ബസ് കയറാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഞാൻ ഇതേപോലെ മേളിൽ വന്നിരിക്കും. അപ്പം നമുക്കിതുപോലെ നല്ല വ്യൂ ഒക്കെ കണ്ട് തിരിച്ചു പോകാം. കണ്ടു, ഇതിൻ്റെ അകത്ത് ഒരാളിരുന്ന് ഓട്ടിക്കുന്നതാണ്. ഈ ഫെറിയാണ് നമ്മുടെ ഐൽ ഓഫ് വൈറ്റിലോട്ട് പോകുന്ന ഫെറി, വൈറ്റ് ലിങ്ക്. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. സോ ഇവിടെ നിന്ന് വേണം കണ്ടേ പോർട്സ്മൗത്ത് ഹാർബർ റെയിൽവേ സ്റ്റേഷൻ. ഇവിടുത്തെ ട്രെയിൻ കയറി ഞാൻ ഫ്രാറ്റണിൽ ഇറങ്ങും. നമ്മുടെ പോർട്സ്മൗത്തിലെ ട്രെയിനിൻ്റെ ലാസ്റ്റ് എൻഡ്. ഞാൻ ഈ ട്രെയിനിൻ്റെ അകത്ത് ഫസ്റ്റ് സ്ഥലത്ത് നിന്ന് കയറി അങ്ങറ്റത്തോട്ട് നടക്കുകയാണ്. കാരണം അന്നൊരു ദിവസം ഇതുപോലെ വന്നിട്ട് ട്രെയിൻ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നിർത്തില്ലായിരുന്നു. ഞാൻ ഓടി 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 ഒരു വിധമാണ് ഫ്രാറ്റൺ എത്തിയപ്പോഴത്തേക്ക് കറക്റ്റ് നിർത്തുന്ന സ്ഥലത്ത് ഞാൻ എത്തിയത്. ചില ബോഗീസ് ഓപ്പൺ ആവത്തില്ല. സോ ഇപ്പോൾ ഒന്നും ട്രെയിനിൻ്റെ തകതികം ആൾക്കാരില്ല. എല്ലാവരും വരുന്ന ടൈം ആവുന്നതേ ഉള്ളൂ. ട്രെയിൻ ഇപ്പോൾ എടുക്കാറായിട്ടില്ല. നടന്ന് ഞാനൊരു കമ്പാർട്ട്മെൻറ്റിലൊന്നും ഇരുന്നിട്ടുണ്ട്. ഇനി ഇതും നിർത്തുമില്ല, നമുക്ക് കുറച്ചൊക്കെ കഴിയുമ്പോൾ അറിയാൻ പറ്റും. അയ്യോ, ഷിഫ്റ്റൊക്കെ ഓക്കെ ആയിരുന്നു. കാരണം ഹാഫ് ഡേ അല്ലേ. പിന്നെ ഞാൻ പോലെ ഈ ചൂട് കാരണം എൻ്റെ ദൈവമേ, വെളിച്ചം വേണം, പക്ഷെ ഇത്രയും ചൂട് പാടില്ല. ചത്ത് പോകും നമ്മൾ. സത്യം ഈ ടെമ്പറേച്ചർ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലത്ര ടെമ്പറേച്ചറൊന്നും ഇല്ല. പക്ഷേ
റേഡിയേഷൻ ഒടുക്കത്തെ റേഡിയേഷനാണ്, നമുക്ക് സഹിക്കാൻ പറ്റുന്ന അപ്പുറമാണ്. എന്തായാലും കൊള്ളാം. ഈ ആഴ്ചത്തെ ഫസ്റ്റ് ഷിഫ്റ്റ് അതായത് ഹാഫ് ഡേ ആണ്. ഇനി ഈ ആഴ്ച ഇനിയും ഷിഫ്റ്റ് എടുക്കാൻ വേണ്ടി ഇരിക്കുന്നു. നമുക്ക് മൺഡേ ടു സൺഡേ ആണ് ഒരു വീക്ക്. ലൈക്ക് എല്ലാവർക്കും അങ്ങനെയാണല്ലോ. ഓക്കെ, ഞാൻ ഉദ്ദേശിച്ചത് അതല്ല, ഷിഫ്റ്റിൻ്റെ അതായത് ഇപ്പം ഒരു വീക്ക് ഷിഫ്റ്റ് 20 hours എന്നല്ലേ പറയുന്നത്, അതിൽ മൺഡേ ടു സൺഡേ ആണ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. സോ എല്ലായിടത്തും അങ്ങനെയാണ്. സ്റ്റിൽ ഞാൻ പറഞ്ഞ മണ്ടത്തരായി വിട്ട് കളയും, മറന്നു കളയും. ഒന്നുമില്ല പറയാൻ, വീടിക്കതൊന്നും കാണില്ല പറയാൻ. കാരണം എനിക്കിതാണ് പ്രശ്നം. ഷിഫ്റ്റ് പോയെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കുറച്ച് പ്രൊഡക്റ്റീവ് ആവാം. പക്ഷേ ഷിഫ്റ്റ് ഉള്ളതുകൊണ്ട് പ്രൊഡക്റ്റീവ് ആവാൻ എനിക്ക് പറ്റില്ല. രാവിലെ തന്നെ ഞാൻ എണീറ്റ് പതുക്കെ, എൻ്റെ ഒരു സ്ലോ മോർണിംഗ് ആയിരുന്നു. കുറേ നേരം കണ്ണും പിടിച്ച് ഞാൻ കിടന്നു. പിന്നെ അത് കഴിഞ്ഞ് എണീച്ചൊന്ന് കഴിച്ചിട്ട് പിന്നെയും പോയി കണ്ണും പിടിച്ച് കിടന്നിട്ട് ഞാൻ ആലോചിക്കുമായിരുന്നു, ഓക്കെ ഇന്ന് എന്തായാലും ഷിഫ്റ്റ് ഇല്ലല്ലോ. അപ്പോൾ ഞാൻ ഋതുവിന് നൈറ്റുണ്ട്. ഋതു ഇപ്പോൾ ഞാൻ അവളിപ്പോൾ ഷിഫ്റ്റിൽ കയറി കാണും. ഞാൻ എത്തുമ്പോഴത്തേക്കും അവൾ വീട്ടിൽ കാണില്ല. പക്ഷെ അവൾ കുറച്ച് ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ്, അപ്പോൾ അതെടുത്ത് കഴിക്കണേന്ന് പറഞ്ഞിട്ടുണ്ട് മെസ്സേജ് ഇട്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ബിരിയാണി എടുത്ത് കഴിക്കും. അപ്പോൾ ഇനി രാത്രിയും കുക്ക് ചെയ്യേണ്ട. എന്താ സുഖം. പക്ഷേ എന്തിനും ഫ്രൂട്ട്സ് കൂടെ എടുത്ത് കഴിക്കും ഞാൻ. അവൾ പറഞ്ഞ് കുറച്ചേ വെച്ചോളൂ, കുറച്ച് ബിരിയാണി ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. പിന്നെ പോയിട്ട് ചിലപ്പോൾ എനിക്ക് ഉള്ളത് മിക്കതും കാണും. ഇവിടെ കുറച്ചെന്ന് പറഞ്ഞാലും എനിക്കത് കറക്റ്റായിരിക്കും മിക്കവാറും. അപ്പോൾ അങ്ങനെ എന്നിട്ട് ഇനി പോയി കിടന്ന് ഉറങ്ങും. അത്രയും ഇന്നത്തെ ദിവസം തീർന്നു, കഥ മുടിഞ്ഞു പോച്ച്. ഞാൻ എപ്പോഴും വിചാരിക്കും ഇൻഫർമേറ്റീവ് വീഡിയോ എടുക്കണം, പക്ഷേ എന്തെന്ന് അറിഞ്ഞുകൂടാ, ഞാൻ എടുക്കണില്ല. ഞാൻ എന്തായാലും പക്ഷേ നമുക്ക് എല്ലാവർക്കും കാണുമല്ലോ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു സ്ട്രഗിൾസ് എന്തായാലും എല്ലാവരും പല പല ടൈപ്പ് സ്ട്രഗിൾസ് ഫേസ് ചെയ്തിട്ടായിരിക്കും പറഞ്ഞത്. അപ്പം ലൈക്ക് എന്നെപ്പോലെ അതേ സിറ്റുവേഷനിൽ കടന്ന് ആർക്കെങ്കിലും ഉപയോഗപ്പെട്ടാലോ. സോ ഞാൻ വന്നതും പിന്നെ ഇവിടെ അഡ്മിഷൻ കിട്ടിയ ശേഷം ഇങ്ങോട്ട് വന്നതും ഞാൻ അങ്ങനെ പല 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 ഇതായിട്ട് ഇടാം, ആരെങ്കിലൊക്കെ കാണുമല്ലോ, അത്രേ ഉള്ളൂ. അയ്യോ, അവിടെ നിന്ന് ഒരു ട്രെയിൻ എടുത്തുകൊണ്ട് പോകണം. ഞാൻ എന്തിനാണ് ഇവിടെ വന്നിരുന്നത്? കുഴപ്പമില്ല, എല്ലാ ട്രെയിനും ഒരു സമയത്ത് എടുക്കുമല്ലോ. ഈ ട്രെയിൻ എടുക്കാൻ ഇനിയുണ്ട് ഒരു 10 minute 15 minute എന്ന് തോന്നുന്നു. കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇതിന് കോച്ചും നമ്മുടെ ഫ്ലാറ്റുകളിൽ ഓപ്പൺ ചെയ്യാത്ത സ്ഥലമായിരുന്നു. അവിടെ ഇപ്പോൾ ഞാൻ സ്ഥലം മാറി തൊട്ട് അടുത്തുള്ള 8 അതായത് 1 to 8 വരെയുള്ള കോച്ചസ് നിർത്തും എന്ന് അനൗൺസ്മെൻറ്റ് വന്നുകൊണ്ട് ഞാൻ തൊട്ടിപ്പുറത്ത് വന്നത്. ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഞാൻ അവിടെ പോയിട്ട് ഓടേണ്ടി വന്നു തന്നെ. അപ്പോൾ ഇനിയിപ്പോൾ പോയിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഫ്രഷായിട്ട് കഴിക്കുക, കുറേ നേരം ചുമ്മാ കിടക്കുക, എന്നിട്ടങ്ങ് ഉറങ്ങുക. ഞാൻ മിക്കവാറും നേരത്തെ ഉറങ്ങും. ചിലപ്പോൾ ഒരു സിനിമ കണ്ടാലായി, ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ ഉറങ്ങും. കാരണം നാളെ എങ്ങാനും ഷിഫ്റ്റ് വിളിച്ചാൽ പോകണം. അതുകൊണ്ട് ഞാൻ വീട്ടിലെത്തി ഞാൻ കുറച്ച് നേരം ചുമ്മാ ഇരിക്കുമായിരുന്നു. ഇനി ഞാൻ പോയി ഡ്രസ്സൊക്കെ മാറ്റി ഫ്രഷായി ഒന്ന് പോയി ഫുഡ് കഴിക്കുക, വരിക, കിടക്കുക, ഉറങ്ങുക. ബൈ ബൈ. ഞാൻ സപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് അനിയത്തി വന്ന് വിളിച്ചായിരുന്നു. അപ്പോൾ അത്രയുള്ള ഡേ ഇൻ മൈ ലൈഫ്. വീഡിയോ ഇഷ്ടമായാലും ചാനൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സോ ഇനി അടുത്തൊരു വീഡിയോ കാണും വരെ ബൈ ബൈ, ഗുഡ് നൈറ്റ്.